നന്ദു എന്തിനാ അവളുടെ വീട്ടിൽ പോയേ? അതിന്റെ ഒരു ദേഷ്യം കൂടി അവക്കുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞതായിരുന്നില്ലേ? അതിനെ അതിന്റെ വഴിക്ക് വിട്ടാ മതിയായിരുന്നില്ലേ? ഞാൻ പോയത് വീണ്ടും പ്രശ്നം ഉണ്ടാക്കണമെന്നല്ല, അവക്ക് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് പ്രശ്നങ്ങൾ തീർക്കാന്. ഞാൻ മണ്ടൻ. ഉപദേശങ്ങളിൽ കൂടി അവൾ നന്നാവൂന്ന് കരുതി. അവക്ക് വേണ്ടത് സ്നേഹോപദേശമൊന്നുമല്ല, നല്ല തല്ല. അടിച്ചൊന്ന് രണ്ട് പല്ല് താഴെ ഇടണം, അപ്പോൾ നേരെയാവും. എന്നാ പിന്നെ പല്ല് താഴെ ഇടാത്ത എന്താ? എന്നുവെച്ചാ എന്നെ കൊണ്ട് പറ്റില്ലെന്നാണോ? അങ്ങനെയല്ല, ഇതൊക്കെ പറയും പോലെ എളുപ്പമല്ലെന്ന് മനസ്സിലായില്ലേ? അച്ഛനായിട്ട് അവസാനിപ്പിച്ച പ്രശ്നമല്ലേ, അതിന്റെ പിറകെ പോവണ്ടായിരുന്നു. അച്ഛൻ എങ്ങനെ അവസാനിപ്പിച്ചു എന്ന്? ഇവിടുന്ന് അവളെ പിടിച്ചിറക്കി കൊണ്ടുപോയി, അതോടെ തീരുന്നാണോ? അവളുടെ മനസ്സിൽ ഇനിയും വാശി കാണും. അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ആ, അത് വിട്. ഞാൻ പോയതിന്റെ തെറ്റ് ശരി നോക്കി സമയം കളയണ്ട. അവക്ക് ഈ ബഹളം അവസാനിപ്പിക്കാൻ താല്പര്യമില്ല. DNA ടെസ്റ്റിന്റെ കാര്യമല്ലേ ഇപ്പോഴത്തെ പ്രധാന ആവശ്യം. അമ്മ ആരാണെന്ന് അറിയണം, അതല്ലേ? ചിലപ്പോ ഇന്നുകൊണ്ടെല്ലാം നേരെയാകാനും മതി. യഥാർത്ഥ അച്ഛനെ ഇളമയും കൂടിയല്ലേ വിളിച്ചോണ്ട് പോയിരിക്കുന്നത്. ബലരാമനങ്ങളും ചന്ദ്രമതി ആന്റിയും. ഇന്ന് ചിലപ്പോ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചേക്കും. ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചത് ബലരാമൻ അങ്കിളിനെയാ. അങ്കിളിന് വല്ല അറ്റാക്ക് വരുമെന്ന് ഞാൻ പേടിച്ചെ. അറ്റാക്ക് വേണേ ആദ്യം ഹാർട്ട് വേണ്ടേ? ഹൃദയമുള്ളവർ കാണിക്കുന്നതാണോ അയാൾ കാണിച്ചത്? ഏതോ ഒരു പാവം പെണ്ണിനെ പ്രലോഭിപ്പിച്ച് ഗർഭിണിയാക്കി, എന്നിട്ടൊന്നും അറിയാതെ മുങ്ങി. പിന്നെ പുതിയ പെണ്ണും കെട്ടി വലിയ നേതാവായി ഞാനെന്ന് അറിഞ്ഞില്ലെന്ന മട്ടിൽ വിലസുന്നു. അനുഭവിക്കുന്നത് നമ്മളും. ഞാനിപ്പോ അങ്കിളിനെ കൊള്ളിച്ച പലതും പറഞ്ഞത് കൊള്ളുകയും ചെയ്തു. തനുജ കയറി വന്നപ്പോ അങ്കിളിന്റെ അവസ്ഥ ഒന്ന് കാണണമായിരുന്നു. തകർന്നു പോയി. ഇതിനിടയ്ക്ക് തന്നെ ഇവിടുന്ന് എങ്ങനെയും പോവാൻ ശ്രമിച്ചതാ. പക്ഷെ അവസാനം ചന്ദ്രമതി ആന്റി എല്ലാം മാറ്റിമറിച്ചത്. സ്വപ്നത്തിൽ പോലും അങ്ങള് കരുതിയിട്ടുണ്ടാവില്ല ആന്റി തനുജയും കൂടെ കൂട്ടിയായിരിക്കും ഇറങ്ങാൻ പോകുന്നതെന്ന്. തനുജയുമായിട്ടുള്ള ഈ യാത്രയിൽ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നല്ലതിനായ മതിയായിരുന്നു. ആ ശരി, ഫോൺ വെച്ചേക്ക്, ഞാൻ വിളിച്ചോളാം. ഗിരി അന്ന് പറഞ്ഞത് സത്യോ? ആ തനൂജ കാരണം ഇനിയും എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാനിരിക്കുക. ആ ശല്യം ഒന്നും ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ. ഇപ്പൊ എന്താ സംഭവിച്ചത്? തനുജ വീണ്ടും വീട്ടിൽ വന്നു. ഇതിപ്പോ ബലരാമൻ അങ്കിളും ചന്ദ്രമതി ആന്റി ഉള്ളപ്പോഴാ വന്ന് കേറിയെന്ന്. അതിന്റെ ഇടയില് നന്ദനുമായിട്ട് തർക്കമൊക്കെ ആയെന്ന്. പിന്നെ ബലരാമൻ അങ്കിളും ചന്ദ്രമതി ആന്റിയും കൂടി തനുജ വിളിച്ചോണ്ട് പോയത്രേ. എങ്ങനെ? ബലരാമ സാറ് തനുജയെ കൂട്ടിക്കൊണ്ടുപോയെന്നോ? എന്ന് വെച്ചാ ഒരു തർക്കവും ബഹളവും ഒന്നും ഉണ്ടാകണ്ടെന്ന് കരുതി ചന്ദ്രമതി ആന്റി എന്നെ അവളെ കൂട്ടിക്കൊണ്ടു പോയെന്ന്. അപ്പോ തനുജ എത്തേണ്ടിടത്ത് എത്തി. ബലരാമൻ സാറിന്റെ അടുത്ത് തന്നെ എത്തിയല്ലോ എന്ന്. തനുജ ബഹളമുണ്ടാക്കാൻ വേണ്ടി വന്നതാണെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ ബലരാമൻ സാറുമായി കൂട്ടിമുട്ടിക്കാൻ വിധിയൊരുക്കിയ ഒരു അവസരമാണെങ്കിലോ ഇത്? പക്ഷേ അവളുടെ മനസ്സിൽ ഇപ്പോഴും സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് തന്നെയല്ലേ അവളുടെ അച്ഛൻ. ബലരാമൻ അങ്കിള് തല്ലും ബഹളം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോയതാവും. ഒരു തലവേദന ഒഴിച്ചു വിടുന്ന പോലെ വഴിയിലിറക്കി വിടും. എന്നാലും അവള് നാളെ വഴക്കുണ്ടാക്കാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ തന്നെ എത്തും. തനുജയുടെ വരവല്ല, ബലരാമൻ സാറിന്റെ വരവാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നത്. ചന്ദ്രോത്തേക്കുള്ള അദ്ദേഹത്തിന്റെ വരവ് തന്നെ പോസിറ്റീവാ. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അങ്ങ് അലിഞ്ഞു തുടങ്ങും. പിന്നെ തനുജയിലേക്കും എത്തിയിരിക്കുന്നു ബലരാമൻ സാറിന്റെ ശ്രദ്ധ. എന്നുവെച്ചാ പ്രശ്നങ്ങൾ അവസാനിക്കുന്നു എന്നാണ് ഗിരി പറയുന്നത്. ഏയ് ഇല്ല, അത് ഞാൻ പറയില്ല. ഈ പ്രശ്നം പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങുന്നു എന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്തായാലും തനുജ പ്രശ്നത്തിലേക്ക് ബലരാമൻ സാറ് ഇന്നല്ലെങ്കിൽ നാളെ കടന്നു വന്നേ പറ്റൂ. അതെന്തായാലും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തൊക്കെയാ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫ്ലവേഴ്സ്
സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.